രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി ലഭിച്ചാൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റിയേക്കുമെന്ന സൂചന ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. സലിം മാലിക്കാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. സലിം, ഇതിനോടകം തന്നെ വിഷയത്തിൽ AICCയുടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. ഔദ്യോഗികമായി പരാതി ലഭിച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടി ഉണ്ടാകുമെന്നാണോ നമുക്കറിയാൻ കഴിയുന്നത്? അനുജ, ആ വിഷയത്തിൽ കുറച്ചുകൂടി ഗൗരവത്തിലേക്ക് AICCയും KPCCയും കടക്കുകയാണ്. കാരണം ഔദ്യോഗിക സ്വഭാവത്തിൽ ഒരു പരാതിയെങ്കിലും ലഭിക്കുകയാണെങ്കിൽ അത് പോലീസ് കംപ്ലൈൻ്റ് ആയോ അതല്ലെങ്കിൽ KPCC നേതൃത്വത്തിന് മുൻപിലോ അഫക്റ്റഡ് ആയ പെൺകുട്ടികളിൽ ആരെങ്കിലും ഒരു പരാതിയെങ്കിലും നൽകിയാൽ ഉടൻ തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ മാറ്റാനുള്ള ആലോചനകളിലേക്ക് കടക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. മാത്രമല്ല അതല്ലാത്ത പക്ഷം തൽക്കാലം അധ്യക്ഷ സ്ഥാനത്ത് തുടരും. ഒപ്പം തന്നെ ഈ വിഷയത്തിൽ അന്വേഷണം ഉണ്ടാകും. അന്വേഷണമുണ്ടായി കുറ്റക്കാരനെങ്കിൽ നടപടിയെടുക്കുക എന്നുള്ളൊരു നിർദ്ദേശം AICC നൽകിയിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് പരാതി ഔദ്യോഗികമായി ലഭിക്കുകയാണെങ്കിൽ അന്വേഷണത്തിന് മുൻപ് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ മാറ്റി നിർത്താനുള്ള സൂചനകളാണ് നിലവിൽ വരുന്നത്. ഒപ്പം തന്നെ KPCC അധികം വൈകാതെ പുനഃസംഘടന നടത്തും. ആ പുനഃസംഘടനയ്ക്കൊപ്പം തന്നെ പുതിയ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനെ പ്രഖ്യാപിക്കാനുള്ള നീക്കം കൂടിയാണ് നിലവിൽ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം ഇനി കാര്യങ്ങൾ ഒട്ടും എളുപ്പമാകില്ല. ഈ വിഷയത്തിൽ തന്റെ നിരപരാധിത്വം തെളിയിക്കേണ്ട ബാധ്യത രാഹുൽ മാങ്കൂട്ടത്തിലുണ്ട്. നിലവിൽ എന്തായാലും ഗൗരവത്തിലാണ് ഈ പരാതികളെ KPCCയും ഹൈക്കമാൻഡും സമീപിക്കുന്നത്. ഗൗരവമുള്ള പരാതിയാണെന്നും അതിൽ ഏതെങ്കിലും തരത്തിലുള്ള ലാഘവം ഉണ്ടാവരുതെന്നും KPCC നേതൃത്വത്തിന് ഹൈക്കമാൻഡ് ഇതിനോടകം തന്നെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മാത്രമല്ല, ആ അന്വേഷണം വേഗത്തിലാക്കി കുറ്റക്കാരനെന്ന് കണ്ടെത്തിയാൽ ഒരു വിധത്തിലും സംരക്ഷിക്കരുത് എന്നുള്ളതാണ്. അത് വാക്കാൽ പോലും സംരക്ഷിക്കരുത് എന്നുള്ളതാണ് നിലവിൽ ഹൈക്കമാൻഡ് നൽകിയിരിക്കുന്ന നിർദ്ദേശം. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും പാർട്ടിക്കുള്ളിൽ നിന്ന് ഇനി രാഹുൽ മാങ്കൂട്ടത്തിന് ഏത് നിലയിലുള്ള പിന്തുണ ലഭിക്കും എന്നതുൾപ്പെടെ കണ്ടറിയേണ്ടതുണ്ട്. പ്രധാനപ്പെട്ട നേതാക്കളൊന്നും തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരു പരസ്യ പ്രതികരണത്തിലേക്ക് ഇതുവരെയും കടന്നിട്ടില്ല. ഇന്ന് അതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ സ്വാഭാവികമായും ഉണ്ടാകും. അപ്പോൾ ഏത് നിലപാടാകും ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കുന്ന നിലപാടിന് സ്വീകരിക്കാൻ കഴിയുമോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ആലോചിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും അടുത്ത തിരഞ്ഞെടുപ്പിൽ MLA സ്ഥാനത്തേക്ക് പോലും രാഹുൽ മാങ്കൂട്ടത്തിനെ പരിഗണിക്കേണ്ടതില്ല എന്നുള്ളതാണ് നേതാക്കൾക്കിടയിൽ നിന്ന് ഇപ്പോൾ പുറത്തു വരുന്ന അഭിപ്രായങ്ങൾ. ഇതിനുശേഷം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റി ഗ്രൂപ്പിൽ ഉൾപ്പെടെ ഇത് ചർച്ചയായതോടുകൂടി തന്നെ ഗൗരവത്തിലാണ് യൂത്ത് കോൺഗ്രസും ഈ വിഷയത്തെ സമീപിക്കുന്നത്. അനുജ, ഈ അധ്യക്ഷ സ്ഥാനത്ത് യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ സാധ്യതയുണ്ട്. പക്ഷേ അദ്ദേഹം MLA സ്ഥാനത്ത് തുടരും എന്ന് തന്നെയാണോ? അനുജ, നിലവിൽ പാർട്ടിക്കുള്ളിലെ ആലോചന MLA സ്ഥാനത്ത് നിന്ന് മാറ്റേണ്ടതില്ല എന്നുള്ളതാണ്. അതിന്റെ പല കാരണങ്ങളാണ്. ഒന്ന്, ഉപതെരഞ്ഞെടുപ്പിലൂടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ആയത്. മാത്രമല്ല, MLA സ്ഥാനം രാജിവെപ്പിച്ചാൽ അത് നിലവിൽ പരാതി ലഭിച്ചാൽ ഉടൻ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ അത് അന്വേഷിക്കുന്നതിന് മുൻപ് തന്നെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റുക എന്നുള്ളത് സംഘടനയ്ക്ക് ചീത്തപ്പേരുണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ്. അതേസമയം പരാതി ലഭിച്ചു എന്നതുകൊണ്ട് മാത്രം MLA സ്ഥാനത്ത് നിന്ന് രാജിവെപ്പിക്കേണ്ടതില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ചും തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഒപ്പം തന്നെ ഈ പരാതിയുടെ മാത്രമല്ല അതിൻ്റെ അന്വേഷണവും ഒപ്പം തന്നെ പോലീസ് നടപടിയും ഒക്കെ ഉണ്ടായാൽ മാത്രം മതി MLA സ്ഥാനത്തു നിന്നുള്ള നീക്കം എന്നുള്ളതാണ് നിലവിൽ പറയുന്നത്. പക്ഷേ അടുത്ത തവണ തിരഞ്ഞെടുപ്പിൽ ഈ പരാതിയിൽ വസ്തുതയുണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് സീറ്റ് നൽകേണ്ടതില്ല എന്നുള്ളൊരു ചർച്ചകളും തുടങ്ങിക്കഴിഞ്ഞു. പക്ഷേ അതൊരു ഔദ്യോഗിക സ്വഭാവത്തിൽ ആ ചർച്ചകൾ കടന്നിട്ടില്ല നിലവിൽ. അനുജ, ഇതെങ്ങനെയാണ് ഇതിലൊരു അന്വേഷണം വേണമെന്നിപ്പോൾ AICC പറയുമ്പോൾ അതൊരു ഔദ്യോഗിക തലത്തിലുള്ള അന്വേഷണം തന്നെയാകുമോ പാർട്ടിയിൽ നടക്കാൻ പോകുന്നത്? രാഹുൽ മാങ്കൂട്ടത്തിനോട് വിശദീകരണം തേടുക എന്നുള്ളതും ഇതിന്റെ ആദ്യപടിയായി തന്നെ ഉണ്ടാകുമല്ലോ. സലിം, അനുജ, ഇതുമായി ബന്ധപ്പെട്ട ഇന്നലെ തന്നെ KPCC നേതൃത്വം സ്വന്തം നിലയിൽ അനൌദ്യോഗികമായ അന്വേഷണം ആരംഭിച്ചിരുന്നു. KPCC അധ്യക്ഷൻ തന്നെ നേരിട്ട് നേതാക്കന്മാരെയും രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധമുള്ളവരുമായൊക്കെ വിളിക്കുകയും രാഹുൽ മാങ്കൂട്ടത്തിലുമായി സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിനിടയിലാണ് ഒരു അനൌദ്യോഗികമായ അന്വേഷണം ഉണ്ടാകും എന്നുള്ള വിവരം നേരത്തെ വന്നത്. അതിന് പിന്നാലെ ഹൈക്കമാൻഡ് വിഷയത്തിൽ ഇടപെട്ടതിന് ശേഷം ഔദ്യോഗിക സ്വഭാവത്തിൽ തന്നെ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇനി അതൊരു ഔദ്യോഗിക സ്വഭാവത്തിലുള്ള അന്വേഷണമാകും. സ്വാഭാവികമായും KPCCയുടെ അച്ചടക്ക സമിതിയാകും ഈ വിഷയം അന്വേഷിക്കാൻ പോകുന്നത്. അതിൽ തന്നെ പ്രധാനപ്പെട്ട നേതാക്കളെ ഏതൊക്കെ അച്ചടക്ക സമിതിയുടെ നിലവിലെ അധ്യക്ഷൻ ചെയർമാൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ്. തിരുവഞ്ചൂർ രാധാകൃഷ്ണനൊപ്പം മറ്റേതെങ്കിലുമൊക്കെ നേതാക്കൾ ഈ വിഷയം അന്വേഷിക്കുമോ അതല്ല യുവ നേതാക്കളാകുമോ ഇത് അന്വേഷിക്കുക എന്നുള്ള കാര്യമൊക്കെ നിലവിൽ സംശയമാണ്. പ്രത്യേകിച്ചും ഏതെങ്കിലും വനിതാ നേതാവിനെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു അന്വേഷണമാകും KPCC ലക്ഷ്യമിടുന്നത്. അന്വേഷണം ഉറപ്പായും ഔദ്യോഗിക സ്വഭാവത്തിലേക്ക് മാറും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ തന്നെ റിപ്പോർട്ട് സമർപ്പിക്കുകയും അതിനുശേഷം തന്നെ ആ വിഷയത്തിൽ നടപടി ഉണ്ടാവുകയും ചെയ്യുക എന്ന നിലയാകും കോൺഗ്രസ് സ്വീകരിക്കുക. കാരണം നിലവിൽ ഈ പരാതി
പരാതിക്കാരിയായ പെൺകുട്ടി യുവനടി പേര് പറഞ്ഞിട്ടില്ലെങ്കിലും യുവനേതാവ് എന്ന് മാത്രമാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ പോലും പൊതുസമൂഹത്തിന് മുൻപിൽ പോലും പാർട്ടി പ്രതിരോധത്തിലാണ് എന്നുള്ളതാണ് നേതാക്കളുടെ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ ആ നടപടി എന്നുള്ളത് മാത്രമാണ് പാർട്ടിയുടെ മുഖം രക്ഷിക്കാൻ ഉള്ള വഴി എന്നുള്ളതാണ് നേതാക്കൾ. ഈ വിഷയത്തിൽ ഇപ്പോൾ AICC കൂടി ഇടപെടുകയാണ്. ഇത് ലാഘവത്തോടെ കാണേണ്ടുന്ന വിഷയമല്ല. റിപ്പോർട്ട് നൽകണം, അന്വേഷിക്കണം എന്നുള്ളതാണ്. എന്താണ് ഇതിൽ ഇനിയിപ്പോൾ അടുത്ത നടപടിയായി ഉണ്ടാകുമോ എന്നൊക്കെയുള്ളതാണ് അറിയാൻ നമ്മൾ കാത്തിരിക്കുന്നത്. പരാതി ലഭിച്ചാൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് ഇദ്ദേഹത്തെ മാറ്റാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ MLA സ്ഥാനത്ത് തൽക്കാലം തുടരട്ടെ, അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അദ്ദേഹത്തിന് സീറ്റ് നിഷേധിക്കും എന്നൊക്കെയുള്ള വാർത്തകൾ കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.